കിങ് കോങ് മൂവിയിലെ ഈ സീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതിലെ ഗൊറില്ല ഗ്രാഫിക്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൊക്കേഷൻ റിയൽ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മളറിഞ്ഞത് വിയറ്റ്നാമിൽ ആ ലൊക്കേഷനിലെത്തിയപ്പോഴാണ്. വിയറ്റ്നാമിലെ നിൻബിൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് മൂവിയിൽ കാണുന്ന ലൊക്കേഷൻ മാത്രമല്ല, സീനിക്കായിട്ടുള്ള പല ട്രെക്കിങ്ങുകളും ഗുഹകളും ഉണ്ട്. വിയറ്റ്നാമിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു സ്ഥലം കൂടെയാണ് നിൻബിൻ. ഹനോയിൽ വന്നിട്ട് നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് നിൻബിനിലാണ്. അപ്പം ഇന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വിയറ്റ്നാമിൽ വന്നിട്ട് 5-ാമത്തെ ദിവസം. എന്നും നേരം വെളുത്ത് ഹോട്ടലിൽ ഇറങ്ങി ക്യാബും ബുക്ക് ചെയ്ത് കാണാനുള്ള സ്ഥലങ്ങൾ നോക്കി ഇറങ്ങും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥ പറയാം. ആദ്യത്തെ ദിവസം തന്നെ ചൂടുവെള്ളത്തിലുള്ള പച്ചക്കറിയും ഏതോ സോസ് കഴിച്ച പാസ്തയും കൂടെ കഴിച്ചപ്പോൾ ഒരാഴ്ചക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സംഭവം നമ്മൾ മനസ്സിനെ മായ്ച്ച് കളഞ്ഞിരുന്നു. നമ്മളെ നാട്ടിൽ മന്തി കിട്ടുന്ന പോലെ കോഫി ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പാക്കേജ് ബുക്ക് ചെയ്ത രാവിലെ നേരത്തെ തന്നെ പിക്കപ്പ് ലൊക്കേഷനിലെത്തണം. കൃത്യനിഷ്ഠ നമ്മളെക്കാളും നന്നായി പാലിക്കുന്ന ആൾക്കാരാണ് വിയറ്റ്നാമീസ്. അതുകൊണ്ട് സമയത്തിനവിടെ എത്തിയ നമ്മളെ ഗൈഡിൻ്റെ ചിരിച്ച മുഖം കാണാം. കാഴ്ചകളൊക്കെ കണ്ട് ലൊക്കേഷൻ എത്തി. ഇനിയാണ് നമ്മളെ കിങ് കോങ് ലൊക്കേഷനിലേക്കുള്ള യാത്ര. ശരിക്കും ലൊക്കേഷൻ്റെ പേര് ടാംകോക്ക് എന്നാണ്. മൂവിയൊക്കെ ഷൂട്ട് ചെയ്തതോടെ ഇത്രയും കൂടെ ഫേമസ് ആയി. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു ബ്രിഡ്ജ് ആട്ടോ, ബോട്ടിൻ്റെ അവിടെ അവർ ലാൻഡ് വെച്ചിട്ട് ബോട്ട് അവിടെ. ബോട്ടിൽ കയറേണ്ട സ്ഥലത്തെത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് തുഴയുന്ന പണി മൊത്തം ലേഡീസിനാണ്. വീട്ടിലെ പണി പറമ്പിലെ കൃഷിയൊക്കെ ചെയ്ത് ബാക്കിയുള്ള ടൈം അവർ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യും. തുഴഞ്ഞിത്തിരി മുമ്പ് പോയപ്പോൾ പിന്നെ സ്ഥലങ്ങളെ ലുക്കൊക്കെ മാറി തുടങ്ങി. ശരിക്കും ആ ഹോളിവുഡ് മൂവിയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പറക്കല്ല, തുഴഞ്ഞാണ് പോകുന്നത് മാത്രം. വൈബ് എന്നുള്ള വേർഡിന് പകരം വേറൊരു വേർഡ് കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അവിടുത്തെ ഫീല് പറഞ്ഞറിയിക്കാൻ വേറൊരു വേർഡ് കിട്ടണില്ല. വെള്ളവും മല കണ്ട് ഇത്തിരി ബോറടിച്ചപ്പോഴാണ് മലൻ്റെ താഴെക്കൂടെയുള്ള ഈ കേവുകൾ കണ്ട് നമ്മളെ തോണി അതിലൂടെ പോകുന്നറിഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി. കേവിൻ്റെ ഉള്ളിൽ ലാവ ഒലിച്ച പോലെ കൂർത്ത് നിൽക്കുന്ന പാറകൾ കാണാം. നിങ്ങൾ എത്ര വലിയ സംഭവമാണെങ്കിലും ഇതിലെ കൂടി പോകുമ്പോൾ ഇത്തിരി തല കുനിക്കേണ്ടി വരും. ഇവിടെ ആരോടും സംസാരിക്കാൻ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവുകയാണ് നല്ലത്. ട്രാൻസ്ലേറ്റർ ആപ്പ്. അപ്പോൾ നമ്മൾ ഈ ചേച്ചിനോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. ചേച്ചിക്ക് 4 മക്കളുണ്ടെന്നാണ് പറയുന്നത്. ചേച്ചിൻ്റെ വയസ്സ് 40 നമ്മളൊക്കെ വയസ്സ് ചേച്ചി ചോദിച്ചു. പിന്നെ മാരീഡ് ആണെന്ന് ചോദിച്ചു. ഇവിടുത്തെ ചില ലാൻഡ്സ്കേപ്സുകൾ ഒരു ഐലൻഡ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇവർ. വഴിയിലൊരു ബ്രേക്ക് എടുക്കാനും നമുക്കിത്തിരി ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് സമയം നമ്മൾ ഐലൻഡിലും ഡ്രോപ്പ് ചെയ്യും. സാധാരണ ഒരു ബോട്ട് റൈഡാണല്ലേ ഈ തോണിയിലാണ് പോകണമെന്ന് വെച്ചാൽ ഒന്നും തോന്നൂല കേട്ടോ. പക്ഷെ ഇവിടുത്തെ സീനറിയാണ്. ചുറ്റും കണ്ടില്ല, മലകളും പിന്നെ ഗുഹൻ്റെ ഇടയിൽ കൂടെ പിന്നെ മല തന്നെ. ഇവിടുത്തെ മലേൻ്റെ ഷേപ്പ് തന്നെ വേറെയാണ്. ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയത് ഒരു ട്രെക്കിങ്ങിനാണ്. ഇപ്പം നമ്മൾ കണ്ടില്ല പല മലകളും. അങ്ങനത്തെ ഒരു മലയിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റും. ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മലൻ്റെ മുകളിലെത്താൻ മിനിമം 500 സ്റ്റെപ്പെങ്കിലും കയറണം.
ഇത്തിരി പണിപ്പെട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ തോണിയിൽ പോയപ്പോൾ കണ്ട ലാൻഡ്സ്കേപ്സ് നല്ല ഹൈറ്റിൽ നിന്ന് കാണാം. മറ്റൊരു സൈഡിൽ നിന്ന് ഒരു ലോട്ടസിൻ്റെ ഫാം കാണാം. ഫാമിൽ നടക്കാനായിട്ട് ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ വഴിക്ക് ലോട്ടസിൻ്റെ ഷേപ്പാണെന്ന്. മലൻ്റെ ഏറ്റവും ടോപ്പിൽ നീണ്ടു കിടക്കണ ഈ ഡ്രാഗണെ കാണാം. അതുകൊണ്ടാവാം ഈ മല ഡ്രാഗൺ മൗണ്ടെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതല്ലാണ്ട് ഡ്രാഗൺ മൗണ്ടെയിന് താഴെയായിട്ട് ഒരു കേവും കൂടെ ഉണ്ട്, മൂവ കേവ്. ടൈം കുറവായതുകൊണ്ട് എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ട്രെക്ക് ചെയ്ത് കണ്ട വ്യൂ വേർത്തായിരുന്നു. അത് കാണാം, താഴെ നിന്നുള്ള ലോട്ടസും വന്ന സ്റ്റെപ്സും. ഇതല്ലാണ്ട് ഏൻഷ്യൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നിൻബില്ല് ഇനിയും കാണാനുണ്ട്. അതിലൊന്നാണ് ഹുവാലു എന്ന് പറഞ്ഞ ഏൻഷ്യൻ സിറ്റി. അവിടെ 17th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ടെമ്പിൾസ് ഇപ്പോഴും ഉണ്ട്. പൊതുവെ ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും പിന്നെ ഫോട്ടോസ് എടുക്കാനും നല്ല സ്പോട്ടാണ്. ഹനോയി അടുത്തുള്ള നിൻബില്ല് ഇത്രയൊക്കെ കണ്ടപ്പോഴേക്കും നമ്മളൊരു ദിവസം തീരാറായി. നിങ്ങളതിൽ ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് ഇവിടുത്തെ വില്ലേജ് വൈബൊക്കെ ആസ്വദിച്ച് പോവാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു 1 day ടൂറും ആക്കാം. അപ്പോൾ വിയറ്റ്നാമിലെ വേറിട്ട കാഴ്ചകളായിട്ട് ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ.